Hello. Chapter 6 ചതുർ ചിത്രകാർ. ചതുർ ചിത്രകാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ ആർട്ടിസ്റ്റ്. ചിത്രകാർ എന്നാൽ ആർട്ടിസ്റ്റ്. ഇതൊരു ഇന്റലിജന്റ് ആയ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള ഒരു പോയമാണ്. നമുക്കത് വായിച്ച് അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. चित्रकार सुनसान जगह में बना रहा था चित्र. इतने ही में वहां आया यमराजा का मित्र. उसे देखकर चित्रकार के तुरंत उड़ गए होश. नदी पहाड़ पेड़ पत्तों का रह न गया कुछ जोश. फिर उसको कुछ हिम्मत आई. देख उसे चुपचाप बोला, सुंदर चित्र बना दूं, बैठ जाइए आप. എന്താണ് ഇതിന്റെ അർത്ഥം? ചിത്രകാർ സുൻസാൻ ജഗമേ, ആരുടെയും ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത്, നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് കാട്ടിൽ ഏതോ ഒരു സ്ഥലത്താണ് നമ്മുടെ ആർട്ടിസ്റ്റ് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്. ബനാരഹാദ ചിത്ര, ചിത്രം വരയ്ക്കുകയായിരുന്നു. ഇത്നേ ഹി മേ വഹാം ആ ഗയാ യമരാജ കാ മിത്ര. അങ്ങനെ അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വന്നു യമരാജ കാ മിത്ര. യമരാജ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്ന യമരാജാവാണ്. അപ്പോ യമരാജ കാ മിത്ര എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള, നമ്മളെ കൊല്ലാൻ ചാൻസ് ഉള്ള ഒരാള്. ആരാണത്? ലയൺ ആണ്. उसे देखकर चित्रकार के तुरंत उड़ गए होश. नदी पहाड़ पेड़ पत्तों का रह न गया कुछ जोश. നിങ്ങളുടെ മുന്നിൽ പെട്ടെന്നൊരു സിംഹം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സെൻസസ് ഒക്കെ ലോസ്റ്റ് ആവും അല്ലെ? നമ്മൾ ആകെ പെട്ടെന്ന് ഭയങ്കര പേടിച്ചു പോവും. അത് തന്നെയാണ് ഇവിടെ ചിത്രകാരന് സംഭവിച്ചിരിക്കുന്നത്. ഉസേ ദേക്കർ, ഈ ഒരു ലയണിനെ കണ്ടപ്പോ പെട്ടെന്ന് ആകെ ചിത്രകാരൻ പേടിച്ച് സെൻസസ് ഒക്കെ ലോസ്റ്റ് ആയ പോലെ തോന്നി. അതുപോലെ ചുറ്റുമുള്ള നദി പഹാഡ് പേട് പത്തോങ്ക, ആ കാട്ടിലുള്ള ചുറ്റുമുള്ള നദിയും മലകളും മരങ്ങളും ഇലകളും ഒക്കെ ഒരു നിമിഷത്തേക്ക് സ്റ്റോപ്പായി. അവരും ഒക്കെ ഒരു എനർജി പോയി. ഭയങ്കര ഭീകരമായ ഒരു ലയൺ അല്ലേ പെട്ടെന്ന് വന്നിരിക്കുന്നത്. ഫിർ ഉസ്കോ കുച്ച് ഹിമ്മത്തായി. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ധൈര്യം, ഉള്ളിൽ നിന്നൊരു ധൈര്യം വന്നു. ഫിർ, അതിനുശേഷം പെട്ടെന്നൊരു ധൈര്യം വന്നു. ദേഖ് ഉസേ ചുപ്ചാപ്പ്. അപ്പോ ചിത്രകാരൻ ലയണിനെ മെല്ലെ ചുപ്ചാപ്പ് എന്ന് പറഞ്ഞ സൈലന്റ് ആയിട്ട് നോക്കി. ബോല, എന്നിട്ട് ലയണിനോട് പറഞ്ഞു, സുന്ദർ ചിത്ര ബനാദു, ബൈറ്റ് ജായേ ആപ്. ലയണിനോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ നല്ല ഭംഗിയുള്ള ചിത്രം ഞാൻ വരച്ചു തരട്ടെ, നല്ല പോസ് ചെയ്ത് ഇരുന്നോളൂ, നിങ്ങളുടെ നല്ല ചിത്രം ഞാൻ വരച്ചു തരാമെന്ന് ചിത്രകാരൻ പറഞ്ഞു. എന്നിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഉക്കടു മുക്കടു ബൈറ്റ് ഗയാ വ സാരേ അംഗ് ബട്ടോർ, ബഡേ ധ്യാൻ സേ ലഗാ ദേഖ്നെ ചിത്രകാർ കി ഓർ എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ കണ്ടതുപോലെ തൊട്ടടുത്തൊരു കല്ലിന്റെ മേലെ ലയൺ കയറി നന്നായിട്ട് പോസ് ചെയ്തിരിക്കാൻ തുടങ്ങി. കാലൊക്കെ ക്രോസ് ചെയ്ത്, കണ്ടോ ഈ ചിത്രത്തിൽ കാണും പോലെ. എന്നിട്ട് ചിത്രകാരന്റെ അടുത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. ചിത്രകാരനെ കഹാ ഹോ ഗയ ആഗേ കാ തയ്യാർ. ചിത്രകാരൻ എന്താ പറഞ്ഞത്? ഹോ ഗയ ആഗേ കാ തയ്യാർ. നിങ്ങളുടെ ഫ്രണ്ട് പോർഷൻ ഒക്കെ വരച്ച് റെഡിയായി. अब मुंह आप उधर तो करिए ജംഗൽ കെ സർദാർ. അപ്പൊ ഫ്രണ്ട് ഭാഗമൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ മറ്റേ വശത്തേക്ക്, ബാക്കിലേക്ക് തിരിഞ്ഞിരിക്കൂ. അവിടെ ജംഗലിന്റെ അടുത്തേക്ക് നോക്കിയിരിക്കൂ. അപ്പൊ ഞാൻ ബാക്ക് ഭാഗം കൂടി നന്നായി വരയ്ക്കട്ടെ. बैठ गया पीठ फिराकर चित्रकार की ओर. चित्रकार चुपके से खिसका ജേസെ കോയി ചോർ. അത് കേട്ടപ്പോ ലയൺ എന്ത് ചെയ്തു? വേഗം തിരിഞ്ഞിരുന്നു. ഇനി എന്റെ ബാക്ക് വരച്ചോട്ടെ. ചിത്രകാരന്റെ അടുത്തേക്ക് ബാക്ക് തിരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. ചിത്രകാർ ചുപ്കേസെ ഖിസ്ക. ചിത്രകാരൻ അവിടുന്ന് മെല്ലെ, ഒച്ച ഉണ്ടാക്കാതെ, കള്ളന്മാരൊക്കെ നടക്കില്ലേ, ശബ്ദം ഉണ്ടാക്കാതെ നടക്കില്ലേ, അതുപോലെ മെല്ലെ ചിത്രകാരൻ അവിടുന്ന് മൂവ് ചെയ്തു. बहुत देर तक आंख मूंद कर पीठ घुमाकर शेर बैठे बैठे लगा सोचने इधर हुई क्यों देर. बहुत देर तक, കുറേ സമയം, ആങ്ക് മൂത് കർ പീഠ് ഘുമാക്കർ ഷേർ, കണ്ണടച്ച് ബാക്കോട്ട് തിരിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഷേർ. ബേട്ടെ ബേട്ടെ ലഗാ സോച്നെ, അങ്ങനെ ഇരുന്ന് കുറേ സമയം ആയപ്പോഴും ബാക്കിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ലയൺ വിചാരിക്കാൻ തുടങ്ങി,
ഇതർ ഹുയി ക്യൂ ദേർ. എന്താ ഫ്രണ്ടിലൊക്കെ വേഗം വരച്ചു കഴിഞ്ഞില്ലേ, ഇപ്പൊ എന്താ ഇത് സമയം എടുക്കുന്നത്? झील किनारे नाव दी, एक रखा था बास. चित्रकार ने नाव पकड़कर जी भर की सास. ഹാ, झील എന്ന് പറഞ്ഞാൽ ലേക്ക്. പിന്നെ അവിടുന്ന് വേഗം ഓടി ദൂരെ ചെന്ന് നോക്കിയപ്പോ അവിടെ ഒരു झील എന്ന് പറഞ്ഞ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത്, അതിന്റെ കിനാരെ ഏക് നാവ് ദി, അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഏക് രകാദ ബാൻസ്, ഒരു മുളയുടെ കമ്പ് ഉണ്ടായിരുന്നു. അതെന്തിനായിരിക്കും ഉപയോഗിക്കുക? തോണി തുഴഞ്ഞു തുഴഞ്ഞു പോകാനായിരിക്കും അല്ലെ? ചിത്രകാരനെ നാവ് പക്കടുക്കർ, ചിത്രകാരൻ പെട്ടെന്ന് തന്നെ ആ തോണിയിലേക്ക് ചാടിക്കയറി. എന്നിട്ട് ലീ ജി ബർ കി സാസ്, ശ്വാസം എടുക്കാൻ തുടങ്ങി. ഇതുവരെ ടെൻഷൻ അടിച്ച് ഓടുകയാണ്, ഈ സിംഹം നിന്നെ കഴിക്കുവോ, നിന്റെ ജീവൻ രക്ഷപ്പെടുവോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ ലേക്കിലുള്ള തോണിയിലേക്ക് കയറിയപ്പോ ആ ചിത്രകാരനൊരു വിശ്വാസമായി, ഇനി ലയൺ എന്നെ പിടിക്കില്ല എന്ന്. അപ്പൊ ആശ്വാസത്തോടെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. ജൽദി ജൽദി നാവ് ചലാക്കർ നികൽ ഗയാ വ ദൂർ. ജൽദി ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തോണി തുഴഞ്ഞ് തുഴഞ്ഞ് അവിടുന്ന് നികൽ ഗയാ വ ദൂർ, വളരെ ദൂരേക്ക് തുഴഞ്ഞ് നീങ്ങി. ഇതർ ഷേർ ദ ധോക്കാ കാക്കർ ജൂഞ്ചലാഹട്ട് മേ ചൂർ. ഇപ്പുറത്തെ സൈഡിലോ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലയൺ, ധോക്കാ കാക്കർ എന്ന് പറഞ്ഞാൽ ലയണിനെ പറ്റിച്ചല്ലേ ചിത്രകാരൻ. പറ്റിച്ച ദേഷ്യത്തിൽ, അങ്ങനെ ദേഷ്യത്തോടെ ഇറിറ്റേഷനോടെ നിൽക്കുകയാണ് ലയൺ. शेर बहुत घिसियाकर बोला, नाव जरा ले रोक, कलम और कागज तो ले जा रे कायर डरपोक. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലയൺ ചിത്രകാരനോട് ഉറക്കെ വിളിച്ചു പറയാ, ദേഷ്യത്തോടെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? നാവ് ജറാലേ റോക്ക്, നിന്റെ ബോട്ട് കുറച്ചൊന്ന് നിർത്തൂ. എന്നിട്ട് കലം ഓർ കാഗസ്, ഇവിടെ ചിത്രം വരയ്ക്കുന്ന പേപ്പറും പെന്നും പെൻസിലും ഒക്കെ ഇവിടെ കിടക്കുകയാണല്ലോ അല്ലേ ഉള്ളത്, അതൊക്കെ എടുത്തിട്ട് പോയിക്കോളൂ. ലേ കായർ ഡർപ്പോ, പേടിത്തൊണ്ട, നീ ഇങ്ങനെ ഓടിപ്പോവാതെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിക്കോളൂ എന്നാണ് ലൈൻ പറയുന്നത്. ചിത്രകാരനെ കഹാ തുരന്ത് ഹി രഖിയെ അപ്നെ പാസ്. അപ്പൊ ചിത്രകാരൻ എന്ത് പറഞ്ഞു? രഖിയെ അപ്നെ പാസ്, അതൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളൂ. ചിത്രകലാക്ക ആപ് കീജിയെ ജംഗൽ മേ അഭ്യാസ്, നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ചിത്രകലാക്കി അഭ്യാസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചിത്രം വരച്ച് പഠിച്ചോളൂ. ജംഗൽ മേ, കാട്ടില് നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തോളൂ. ബുദ്ധിമാനായ ആർട്ടിസ്റ്റ് ആണല്ലേ, സിംഹത്തിനെ പറ്റിച്ച് അവിടുന്ന് കടന്നു കളഞ്ഞു. കവിത ഇഷ്ടായോ? നമുക്ക് ഇനി ഇതിന്റെ വേർഡ് മീനിങ്സ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. സുൻസാൻ ജഗ എന്ന് പറഞ്ഞാൽ ഖാലി ജഗ അല്ലെങ്കിൽ ലോൺലി ആയിട്ടുള്ള പ്ലേസ്, സൈലന്റ് ആയിട്ടുള്ള പ്ലേസ്. യം രാജ ക മിത്ര, നമ്മൾ നേരത്തെ പറഞ്ഞു യം രാജ ക മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് യം രാജ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമൽ, നമ്മളെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു ആനിമൽ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. തുരന്ത്, പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി. ഹോഷ്, കോൺഷ്യസ്നെസ് ആണ്, പെട്ടെന്ന് സെൻസസ് ഒക്കെ ലോസ്റ്റ് ആയ പോലെ ആ ആൾക്ക് തോന്നി. ജോഷ്, ഒരു എനർജി, എക്സൈറ്റ്മെന്റ് ആണ് ജോഷ്. ഹിമ്മത്ത്, കറേജ്, പെട്ടെന്ന് ഭയങ്കര കറേജ് ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ചിത്രകാരൻ ലയനോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത്. ചുപ്ചാപ്പ്, മിണ്ടാതെ, സൈലന്റ്ലി, ക്വയറ്റ്ലി. ചിത്രകാർ കി ഓർ, ചിത്രകാർ കി ഓർ എന്ന് പറഞ്ഞാൽ ചിത്രകാരന്റെ നേരെ, ടുവേർഡ്സ് ദ ആർട്ടിസ്റ്റ്. ജംഗൽ, ജംഗൽ എവിടെയാ? ഫോറസ്റ്റ്. ഖിസ്ക, ഖിസ്ക എന്ന് പറഞ്ഞാൽ അവിടുന്ന് എല്ലാം മൂവ് ചെയ്ത്, സ്ലിപ്പ് ചെയ്ത് മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഖിസ്ക. ചോർ, ചോർ എന്ന് പറഞ്ഞ കള്ളൻ, തീഫ്. മൂന്ദ്കർ, മൂന്ദ്കർ എന്ന് പറഞ്ഞാൽ മൂന്ദ്കർ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട്. ദേർ, ദേർ എന്ന് പറഞ്ഞാൽ കുറേ സമയം, വൈകുക. ക്യോ ദേർ, എന്താ ഇത്രയും സമയം എടുക്കുന്നത് എന്ന് സിംഹം വിചാരിച്ചു അല്ലേ. ജീൽ, ജീൽ എന്ന് പറഞ്ഞാൽ ലേക്കാണ്. നാവ്, നാവ് എന്ന് പറഞ്ഞാൽ ബോട്ട് അല്ലെങ്കിൽ തോണിയാണ്. ധോക്കാ കാക്കർ, ധോക്കാ കാക്കർ എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുക. ലയന് ചിത്രകാരൻ പറ്റിച്ചു, അപ്പൊ ലയൻ ധോക്ക ഖായ എന്ന് പറയാം. ജൂഞ്ചലാഹട്ട്, ജൂഞ്ചലാഹട്ട് എന്ന് പറഞ്ഞ ദേഷ്യം വരിക, ഇറിറ്റേഷൻ വരിക.
ചൂർ, എക്സോസ്റ്റഡ് ആവുക, ആകെ വിഷമിച്ച് ക്ഷീണിച്ചു പോയി. കിസിയാക്കർ, കിസിയാക്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ. അഭ്യാസ്, അഭ്യാസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. നിങ്ങൾ തന്നെ കാട്ടിലിരുന്നിട്ട് ചിത്രകല പ്രാക്ടീസ് ചെയ്തോളൂ എന്നാണ് ആർട്ടിസ്റ്റ് പറഞ്ഞത്, അല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോറി വായിച്ചു നോക്കാം, അല്ലേ? അപ്പൊ വേഗം തന്നെ സ്റ്റോറി വായിച്ച് അതിന്റെ അർത്ഥം നോക്കാം. ദോ മേണ്ടകവും കി യാത്ര. മേണ്ടക് എന്ന് പറഞ്ഞ തവളയാണ്. ദോ മേണ്ടകവും, രണ്ട് തവളകളുടെ യാത്രയാണ്. ജപ്പാനി ലോകകഥ, ഇതൊരു ജപ്പാനീസ് സ്റ്റോറിയാണ്. കൈ വർഷ പൂർവ് ജപ്പാൻ മേ ദോ മേണ്ടക് रहते थे. വളരെ കാലം മുമ്പ് ജപ്പാനില് രണ്ട് ഫ്രോഗ്സ് താമസിച്ചിരുന്നു. उनमें से एक मेंढक ഒസാക്ക के पास एक गढ़ में रहता था. അതിലുള്ള ഒരു ഫ്രോഗ് ഒസാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയ കുഴിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. जबकि दूसरा मेंढक क्योटो के पास बहने वाली एक नदी में നിവാസ് കർത്താത. രണ്ടാമത്തെ ഫ്രോഗോ ക്യോട്ടോ എന്ന സ്ഥലത്തുള്ള ഒരു റിവറിന്റെ സൈഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. एक दिन उन दोनों मेंढकों के दिमाग में एक साथ एक विचार आया. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രണ്ട് ഫ്രോഗ്സും ഒരേ സമയം ചിന്തിക്കാൻ തുടങ്ങി. എന്തോ ഒരു തോട്ട് രണ്ടുപേരുടെയും ബ്രെയിനിൽ ഒരേ സമയം വന്നു. എന്തായിരുന്നു അത്? उन्होंने सोचा इस जगह पर रहते हुए हमें बहुत दिन हो गए हैं. അവര് വിചാരിക്കുക, ഈ സ്ഥലത്ത് ഇപ്പൊ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായില്ലേ. अब हमें यहाँ से निकल कर बाहर का संसार भी देखना चाहिए. ഇനി ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും ഒക്കെ പോയിട്ട് വേറെ ലോകവും പുറത്തുള്ള ലോകത്തൊക്കെ എന്താ നടക്കുന്നതെന്നും കാണണം. കുറേ കാലമായിട്ട് ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും, അല്ലെ? അപ്പൊ ഈ തവളകളും വിചാരിച്ചു ഇനി വേറെ എവിടേക്കെങ്കിലും ഒക്കെ മൂവ് ചെയ്ത് ഒന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെ വരാം. यह संयोग ही था कि क्योटो के पास रहने वाले मेंढक ने ओसाका जाने का निश्चय किया, जबकि ओसाका में रहने वाले मेंढक ने क्योटो जाने का निर्णय किया. ഒസാക്കയിൽ താമസിക്കുന്ന ഫ്രോഗ് വിചാരിച്ചു ഞാൻ ക്യോട്ടോയിലേക്ക് പോയേക്കാം. അതേസമയം ക്യോട്ടോയിൽ താമസിക്കുന്ന ഫ്രോഗ് വിചാരിച്ചു ഞാൻ ഒസാക്കയിലേക്ക് പോവാം. अगले दिन दोनों मेंढकों ने अपनी अपनी യാത്ര പ്രാരംഭ कर दी. അങ്ങനെ വിചാരിച്ചത് മാത്രമല്ല, അടുത്ത ദിവസം തന്നെ രണ്ടാളും അവരവരുടെ യാത്രയും തുടങ്ങി. क्योटो और ओसाका शहरों के जोड़ने वाला एक ही मार्ग था. ഈ പറയുന്ന ക്യോട്ടോ ആൻഡ് ഒസാക്ക എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളും അടുത്തടുത്ത സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് എന്താ, ക്യോട്ടോയിൽ നിന്ന് ഒസാക്കയിലേക്ക് പോകാനും ഒസാക്കയിൽ നിന്ന് ക്യോട്ടോയിലേക്ക് പോകാനും ഒരേ വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. दोनों ही मेंढक उसी मार्ग पर अपनी अपनी मंजिल की ओर चल दिए. അപ്പൊ രണ്ടുപേരും ഒരേ വഴിയിൽ, ഒരാള് ഒസാക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരാള് ക്യോട്ടോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ വഴിയിൽ അങ്ങനെ അവരുടെ യാത്ര തുടങ്ങി. मार्ग में एक स्थान पर दोनों मेंढकों की भेंट हो गए. ഉറപ്പായിട്ടും ഒരു വഴിയിലാണ് രണ്ടുപേരും പോകുന്നത്, അല്ലേ? അപ്പൊ ഒരു സ്ഥലത്ത് വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടി. उन्होंने एक दूसरे से हाथ मिलाया और फिर आपस में बातचीत करने लगा. അങ്ങനെ അവര് ആ വഴിയിൽ കണ്ടുമുട്ടിയപ്പോ രണ്ടുപേർക്കും സന്തോഷമായി, പുതിയൊരാളെ കാണുകയാണല്ലേ. അവരങ്ങനെ സന്തോഷിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. തബി ഒസാക के मेंढक ने क्योटो के मेंढक से पूछा. ഒസാക്കയിലുള്ള मेंढक ക്യോട്ടോയിലുള്ള मेंढकिനോട് ചോദിച്ചു, तुम कहाँ जा रही हो मित्र? क्योटो के मेंढक ने उत्तर दिया, मैं ഒസാക്ക जा रहा हूँ. അപ്പൊ അയാൾ എന്താ പറയുന്നത്? ഞാൻ ഒസാക്കയിലേക്ക് പോവാണ്. ये सुनते ही ഒസാക്ക मेंढक प्रसन्न होकर बोला. ഇത് കേട്ടപ്പോ ഒസാക്ക मेंढक പറഞ്ഞു, क्या बात है, मैं क्योटो जा रहा हूँ. ഓ, എന്തൊരു കോയിൻസിഡൻസ് ആ, ഞാൻ ക്യോട്ടോയിലേക്കാണ് പോകുന്നത്. അവരുടെ സ്വന്തം സ്ഥലത്തേക്കാണ് മറ്റേ ഫ്രോഗ് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. दोनों ही मेंढक चलते चलते बहुत थक चुके थे, इसलिए उन्होंने थोड़ा आराम करने का निश्चय किया. രണ്ട് ഫ്രോഗ്സും കുറേ നേരമായിട്ട് നടന്ന് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ വിചാരിച്ചു ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് യാത്ര തുടങ്ങാം. फिर वे पास ही स्थित एक बड़ी चट्टान की छाया में जा बैठे. അങ്ങനെ അവര് തൊട്ടടുത്തുള്ള ഒരു വലിയ കല്ലിന്റെ
ഒരു ഷാഡോയില് ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. തബി ഒസാക്ക का मेंढक बोला. അപ്പൊ ഒസാക്കയിലെ मेंढक പറഞ്ഞു, कितना अच्छा होता अगर हमारा आगार थोड़ा बड़ा होता. क्योटो के मेंढक ने आश्चर्य से पूछा, आगार बढ़ने से क्या होता. അങ്ങനെ അവര് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒസാക്കക്കാരനായ മേട്ടക് പറഞ്ഞു, എത്ര നന്നായിരുന്നല്ലേ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ബിഗ് സൈസ് ആയിരുന്നെങ്കിൽ. അത് കേട്ടപ്പോ ക്യോട്ടോയിലുള്ള മേണ്ടക് ആശ്ചര്യത്തോടെ ചോദിച്ചു, നമ്മുടെ ശരീരത്തിന്റെ സൈസ് വലുതായിട്ട് എന്താ ഇപ്പൊ കാര്യം? ओसाके के मेंढक ने उत्तर दिया, तब हम आसानी से किसी पहाड़ पर चढ़कर उन शहरों को देख लेते जहां हम जा रहे हैं. ആ നമ്മൾ വളരെ വലിയ ആൾക്കാരായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും മലയുടെ മുകളിൽ കയറി നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് നോക്കാൻ പറ്റുമായിരുന്നില്ലേ? फिर हमें यह भी पता लग जाता कि वे शहर देखने लायक है भी या नहीं. ആ അങ്ങനെ നമുക്ക് കേറി നോക്കുകയായിരുന്നെങ്കിൽ ആ ഷെഹർ നല്ലതാണോ ചീത്തയാണോ അവിടെ പോയിട്ട് എന്തൊക്കെ കാണാനുണ്ടാവും എന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ എന്നാണ് ഒസാക്കയിലെ ഫ്രോഗ് ചോദിച്ചത്. यह सुनकर क्योटो का मेंढक बोला. ഇത് കേട്ടപ്പോ ക്യോട്ടോയിലുള്ള ഫ്രോഗ് പറഞ്ഞു, इसमें कौन सी बड़ी बात है. ഇതിലിപ്പോ എന്താ ഇത്ര വലിയ കാര്യം? ये कार्य तो हम अभी भी कर सकते हैं. ഇതിനിപ്പോ ബോഡി വലുതാവുന്ന എന്തിനാ? ഇത് നമുക്ക് ഇപ്പോഴും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. वह कैसे? ഒസാക്ക के मेंढक ने आश्चर्य से पूछा. അതെങ്ങനെ? ഒസാക്കയിലുള്ള मेंढक ചോദിച്ചു. ക്യോട്ടോ के मेंढक ने उसे समझाते हुए कहा. പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ये कार्य तो बहुत आसान है. ഇത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. यदि हम पास के पहाड़ पर चढ़कर एक दूसरे का सहारा लेते हुए अपने पिछले पैरों पर खड़े हो जाए तो फिर हम आसानी से उन शहरों को देख सकेंगे जहां हम जाना चाहते हैं. അപ്പൊ ക്യോട്ടോയിലുള്ള ഫ്രോഗ് പറഞ്ഞു കൊടുത്ത ഐഡിയ എന്താണ്? ഇത് നമുക്ക് ഇപ്പോഴും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മലമുകളിലേക്ക് കയറി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ കാല് അമർത്തി പൊങ്ങിയിട്ട് നമുക്ക് നമ്മൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് നോക്കിയാ പോരെ. ओसाका का मेंढक क्योटो की झलक देखने के लिए इतना उत्सुक था कि वह दौड़कर पास के पहाड़ पर चढ़ने लगे. ഒസാക്കയിലെ മേഡക് ആണെങ്കിൽ ഓൾറെഡി ക്യോട്ടോ എങ്ങനെയാണെന്ന് കാണാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോ ക്യോട്ടോയിലെ മേഡക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതോടെ അവൻ ഓടി തൊട്ടടുത്തുള്ള മലയിലേക്ക് കയറി. यह देखकर क्योटो का मेंढक भी उसके पीछे दौड़ा. ഇത് കണ്ടപ്പോ ക്യോട്ടോയിലെ ഫ്രോഗും അതിന്റെ പിന്നാലെ ഓടി. फिर वे दोनों उछलते उछलते पास में ही स्थित एक पहाड़ के शिखर पर जा पहुंचे. അങ്ങനെ അവര് തൊട്ടടുത്തുള്ള ഒരു വലിയ മലമുകളിലെത്തി. दोनों मेंढक अपनी लंबी यात्रा के कारण बहुत थका हुआ अनुभव तो कर रहे थे, लेकिन उन्हें इस बात की खुशी भी दी कि वे उन शहरों को देख सकेंगे जिन्हें देखने के लिए वे लंबी यात्रा करके वहां तक आए थे. രണ്ടുപേരും നടന്നു നടന്ന് ഭയങ്കര ക്ഷീണിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓ, നമ്മൾ എവിടേക്കാണോ പോകുന്നത് ആ ഒരു സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാലോ. അപ്പൊ അവര് ക്ഷീണമൊക്കെ മറന്ന് മലമുകളിലേക്ക് ഓടി കയറിയിരിക്കുകയാണ്. पहाड़ के शिखर पर पहुंचने के बाद ओसाका के मेंढक ने उछलकर अपने अगले पैरों को अपने मित्र के कंधों पर रख दिया. क्योटो के मेंढक ने भी ऐसा ही किया. എന്താ സംഭവിച്ചത്? മലയുടെ മുകളിൽ എത്തിയപ്പോ രണ്ടുപേരും നിലത്തുകൂടി സഞ്ചരിക്കുന്ന ജീവികളാണല്ലേ. അപ്പൊ അവർക്ക് സ്റ്റാൻഡ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ബാക്കിലെ കാല് നിലത്ത് വെച്ച് ഫ്രണ്ടിലെ കാല് ഫ്രണ്ടിന്റെ ഷോൾഡറിലേക്ക് വെച്ച് ഈ ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ രണ്ടുപേരും നിന്നു. अब दोनों मेंढक अपने पिछले पैरों पर खड़े थे और उनके अगले पैरों एक दूसरे के कंधों पर दे. ബാക്കിലെ കാല് നിലത്ത് അമർത്തി വെച്ച് ഫ്രണ്ടിലെ കാല് രണ്ടുപേരുടെയും ഓപ്പോസിറ്റ് വെച്ച് നല്ല സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിന്നു. उन्होंने एक दूसरे को कसकर पकड़ रखा था. രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കുമായിരുന്നു. താക്കി വേ പഹാഡ് സെ നീച്ചെ ന ഗിർ ജായേ. അങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്തിനാണ്?
മലമുകളിൽ നിന്ന് അവർ വീണു പോവാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. लेकिन उन दोनों ने एक बात की और ध्यान नहीं दिया था. പക്ഷെ അവർ ഇതൊക്കെ ചെയ്തപ്പോഴും ഒരു കാര്യം മാത്രം വിട്ടുപോയി. എന്താണ് ആ കാര്യം? उन्होंने अपनी पीठ उन्हीं शहरों की ओर कर रखी थी जिन्हें वे देखना चाहते थे. അയ്യോ, ഇത്ര കഷ്ടപ്പെട്ട് അവര് മുകളിലൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ നോക്കാൻ ചെന്നതാണ്. പക്ഷെ അവർ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? അവര് എവിടേക്കാണോ പോവാൻ ഉദ്ദേശിച്ചത് അവിടേക്ക് അവരുടെ ബാക്ക് ഭാഗം തിരിഞ്ഞായിരുന്നു നിന്നത്. ഇപ്പൊ അവരുടെ കണ്ണ് എവിടേക്കാണ്? ഓപ്പോസിറ്റ് സൈഡിലേക്കാണല്ലേ. അവര് പോവാൻ ഉദ്ദേശിക്കുന്നത് ഈ സൈഡിലേക്കാണ്. അപ്പൊ അവര് എന്താണ് കാണുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെയാണ് അവര് നോക്കുന്നത്. അവര് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവരുടെ ബാക്ക് ഭാഗമാണ് ഉള്ളത്. इस प्रकार दोनों मेंढकों गलत तरीके से खड़े होने के कारण ഒസാക്ക से आया हुआ मेंढक ഒസാക്ക को ही देख रहा था. ഇങ്ങനെ ഇവര് തെറ്റായി നിന്നത് കാരണം ഒസാക്കയിൽ നിന്ന് വന്ന ഫ്രോഗ് ഒസാക്ക തന്നെയാണ് പിന്നെയും കാണുന്നത്. ജബകി ക്യോട്ടോ के मेंढक की नजर क्योटो पर ही पड़ रही थी. ക്യോട്ടോയിൽ വന്ന മേണ്ടക്കോ ക്യോട്ടോ തന്നെയാണ് കാണുന്നത്. इस प्रकार दोनों ही मेंढक अपने प्रिय शहरों को नहीं देख पा रहे थे. അപ്പൊ അവർക്ക് വേണ്ടത് അവരെവിടേക്കാണ് പോണ്ടത് ആ ഷെഹർ അവർക്ക് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. തബി ഒസാക്ക का मेंढक बोला, ओ लगता है मैंने यहाँ तक आकर अपना समय ही नष्ट किया है. क्योटो तो बिल्कुल ഒസാക്ക की तरह ही दिखता है. അപ്പൊ ഒസാക്കയിലുള്ള മേണ്ടക്ക് പറയാ, ഷേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് വേസ്റ്റ് ആയി പോയി. കാരണം ക്യോട്ടോ കാണാൻ ഒസാക്കയെ പോലെ തന്നെ ഉണ്ട്. क्योटो से आए मेंढक को भी अनुभव हो रहा था कि ഒസാക്ക भी क्योटो की तरह ही है. അതേപോലെ ക്യോട്ടോയിൽ നിന്ന് വന്ന മേണ്ടക്ക് എന്താ വിചാരിക്കുന്നത്? ഷോ, ഒസാക്ക ക്യോട്ടോനെ പോലെ തന്നെ ഉണ്ടല്ലോ. फिर दोनों मेंढक अपने अपने घर लौट गए. അങ്ങനെ അവര് തീരുമാനിച്ചു, പക്ഷെ ഒസാക്കയെ പോലെ തന്നെയാണ് ക്യോട്ടോ എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ക്യോട്ടോയിലേക്ക് പോകുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ വിചാരിച്ച് രണ്ട് മേടക്കും അവരുടെ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. നല്ല സ്റ്റോറിയാണല്ലേ. അവർ ചെയ്ത ഒരു മണ്ടത്തരത്തിന്റെ കാരണം കൊണ്ട് അവർക്ക് പുതിയൊരു സ്ഥലം ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഈ ചാപ്റ്ററോടെ കഴിയാണ്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാത്തത് അത് ലോങ് എക്സസൈസ് ആയതുകൊണ്ടാണ്. നമുക്ക് അതിന്റെ സമയപരിമിതി ഉണ്ട്. എന്നാലും 2-3 ചാപ്റ്റർ കഴിയുമ്പോൾ എല്ലാത്തിന്റെയും കൂടി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.